നമ്മൾ ഇതോടെ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ എവിടെയൊക്കെ റേഞ്ച് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ താല്പര്യമുണ്ടാകും. പല ആളുകളും സിം കാർഡ് എടുത്തതിന് ശേഷമാണ് നമുക്ക് ഓരോ സ്ഥലത്തും റേഞ്ച് ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ വളരെ നേരത്തെ മനസ്സിലാക്കി നിങ്ങൾക്ക് റേഞ്ചുള്ള സിം കാർഡ് എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ ഷോപ്പിലോ ഒക്കെ റേഞ്ചുള്ള സിം ഏതാണെന്ന് കണ്ടെത്താൻ നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. മൊബൈൽ ഫോണിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണാണ്. ഇവിടെ അബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ അബൌട്ട് ഡിവൈസ് ഉള്ള ഓപ്ഷൻ അധികം മൊബൈൽ ഫോൺ ഇതിനകത്തായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഭാഗത്ത് ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ സിം സ്റ്റാറ്റസ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് സിം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കാണാൻ സാധിക്കും സിം എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം സിം കാർഡ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗം. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും ഇതേ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഏറ്റവും മുകളിൽ സിം കാർഡ് എന്നുള്ള ഈ ഭാഗം കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഓപ്പൺ ആകുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ സിഗ്നൽ സ്ട്രെങ്ത് എന്നുള്ളൊരു സെറ്റിംഗ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഈ സിഗ്നൽ സ്ട്രെങ്ത് എന്നുള്ള സെറ്റിംഗ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഞാനിവിടെ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന റൂമിൽ നിന്ന് പല സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. എവിടേക്കാണ് അതിൻ്റെ ഈ സിഗ്നൽ സ്ട്രെങ്ത് മാറിക്കൊണ്ടിരിക്കുന്നത് നോക്കാം. ഞാനിവിടെ സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ കാണാൻ സാധിക്കും 95 എത്തി. നേരത്തെ 97 ആയിരുന്നുണ്ടായിരുന്നത്, നമുക്ക് ഇപ്പോൾ 96 എത്തി. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യാണ് എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാതെ. ഇവിടെ സ്ക്രീനിൽ കാണാം കുറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് റേഞ്ച് കൂടുതലുള്ള സ്ഥലം കിട്ടുക. ഇവിടെ മാക്സിമം 50 എത്തണം. 50 ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചത് 67 ആണ്. തീരെ കുറഞ്ഞ 50 മാക്സിമം എത്തുമ്പോഴാണ് നമുക്ക് നല്ല സിഗ്നൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കാം. മുകളിലേക്ക് കൂടുന്നതനുസരിച്ച് 120 ചില സ്ഥലങ്ങളിലൊക്കെ 120 150 കാണാൻ സാധിക്കും. ഇത് കൂടുതലനുസരിച്ച് നമുക്ക് റേഞ്ച് കുറവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സിഗ്നൽ കുറവായിരിക്കും എന്ന് കാണാൻ സാധിക്കും. 50 120 ഇടയിൽ നിങ്ങളുടെ സിഗ്നൽ ചെക്ക് ചെയ്ത് നോക്കുക. ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. 120 മുകളിലോട്ട് പോയാൽ നിങ്ങൾക്ക് തീരെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല, അത് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക.